ഹായ് വ്യൂവേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇന്നത്തെ വീഡിയോയിൽ കുറേ പേര് മെസ്സേജ് ചോദിക്കുന്ന കാര്യമാണ്, കലാത്തിയ പ്ലാന്റിൻ്റെ കളക്ഷൻ കാണിക്കുമോ, കെയർ കാണിക്കുമോ, അതിൻ്റെ പോട്ടിംഗ് മിക്സ് കാണിക്കുമോ എന്നൊക്കെ. പക്ഷേ എൻ്റെ അടുത്ത് ഒരുപാട് വെറൈറ്റീസിൻ്റെ കളക്ഷനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ഒന്നായിട്ട് ചെയ്യാഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് കലാത്തിയ പ്ലാന്റ് പോട്ട് ചെയ്യുന്നതെന്നും അതിൻ്റെ കെയറും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്ന രീതി ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു പ്ലാന്റ് കണ്ടില്ലേ, ഈ ഒരു ഒറ്റ പ്ലാന്റിൽ എനിക്ക് വന്ന തൈകളാണ് കേട്ടത്. ആർക്കെങ്കിലും ഇങ്ങനെ വന്നിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. എത്രയൊന്നും തൈകൾ ഒന്നിച്ച് വരാൻ ചാൻസ് വളരെ കുറവായിരിക്കും. ഇതെൻ്റെ കയ്യിലുള്ള ധോത്തി കലാത്തിയേൻ്റെ ഒരു പ്ലാന്റ് ആയിരുന്നു. ആ പ്ലാന്റ് എനിക്ക് നശിച്ചു പോയി. അതായത് ഓവർ വെയിൽ ഈ ചെടിക്ക് പറ്റില്ല. ഞാൻ അത്ര കെയർ ചെയ്യാത്തതിൻ്റെ പേരിൽ ആ പ്ലാന്റ് മൊത്തത്തിൽ നശിച്ചു പോയി. ആ സമയത്ത് കലാത്തിയ പ്ലാന്റ് എല്ലാവർക്കും അറിയായിരിക്കും, നശിച്ചു പോയ പ്ലാന്റൊന്നും പിന്നെ ഈ പ്ലാന്റിൽ തൈകൾ വന്നോളും. കുറച്ച് കഴിഞ്ഞാലും നശിച്ചു പോയാലും നമ്മൾ ആ പോട്ടിങ് ഒഴിവാക്കാതെ സേഫാക്കി വെക്കുകയാണെങ്കിൽ അതിന്ന് തൈകൾ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ എനിക്ക് മുന്നേ റിസൾട്ട് വന്നിട്ടുണ്ട്, പക്ഷേ ഇത്രയും തൈകൾ ആദ്യമായിട്ടാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ നശിച്ചു പോയ ഒരു പ്ലാന്റ് ഞാനിതുപോലെ സാധാ ചെടികൾ കെയർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കലാത്തിയ കെയർ ചെയ്യുമ്പോൾ തന്നെ നല്ല വെള്ളം കൊടുക്കണം. ഓവർ വെള്ളമായി പോയത്, നല്ല നനവൊക്കെ കീപ്പ് ചെയ്ത് നല്ല തണലത്ത് വെച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു റിസൾട്ടാണ് കേട്ടത്. സത്യം പറഞ്ഞാൽ ഇത്രയും തൈകളൊന്നും ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തില്ല. ഒരുപാട് തൈകൾ ആ ഒരു പ്ലാന്റിൽ നിന്ന് എനിക്ക്, ആ നശിച്ചു പോയ ആ ഒരു പ്ലാന്റിൽ നിന്ന് ഇത്രയും തൈകൾ ഒന്നിച്ച് വന്നു കേട്ടോ. അപ്പോൾ ആരുടെടുത്തെങ്കിലും ഇങ്ങനത്തെ നശിച്ചു പോയ പ്ലാന്റുകൾ ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ആ പോട്ടിങ് കളയണ്ട, ഇതുപോലെ സേഫാക്കി വെക്കുക കേട്ടോ. ഒരു പ്ലാന്റിനെ കെയർ ചെയ്യുന്ന പോലെ തന്നെ ആ ഒരു പോട്ടിംഗ് മിക്സിനെ നമ്മളിങ്ങനെ കെയർ ചെയ്ത് കൊണ്ടുവന്നാൽ മതി. ഇതുപോലെ റിസൾട്ട് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മളൊരു പ്ലാന്റ് നട്ടിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് നമുക്ക് അതിന് തൈകളൊക്കെ വരുന്നതെങ്കിൽ ആ പോട്ട് കാണാൻ അത്ര ഭംഗിയാവില്ല. ഏകദേശം ഒരേ ടൈമിൽ ഷൂട്ടുകൾ നിറഞ്ഞു വരുമ്പോഴാണ് നല്ലൊരു ബുഷി പോട്ടായിട്ട് നമുക്ക് പ്ലാന്റ്സൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇങ്ങനെ വരുന്ന പ്ലാന്റ്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു രീതി ചെയ്യുകയാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് നമുക്ക് പോട്ട് സെറ്റ് ചെയ്യാം കേട്ടോ. അതായത് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇപ്പോൾ ഈ പ്ലാന്റിൽ വന്നുകൊണ്ടിരിക്കുന്ന തൈകളൊക്കെ ഏകദേശം ഒരേ ടൈമിലാണ് ഇങ്ങനെ വളർന്നു വരുന്നത്. അപ്പോൾ ആ ഒരു പ്ലാന്റിനെ മാത്രം നിർത്തുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്ലാന്റ് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാം. അല്ലാതെ ഈ മദർ പ്ലാന്റിൻ്റെ ഈ ലീഫും കാര്യങ്ങളൊക്കെ അവിടെ വെക്കുകയാണെങ്കിൽ ആ ഭംഗി നമുക്ക് അത്ര കിട്ടില്ല. കാരണം പുതിയതായി വരുന്ന ഷൂട്ടുകൾ ചെറുതും ഈ മദർ പ്ലാന്റിൻ്റെ ലീഫുകളൊക്കെ അവിടെയും ഇവിടെയും വലിയ രീതിയിലൊക്കെ നിൽക്കുന്ന കാണുമ്പം ഒരു ഭംഗി ഉണ്ടാവില്ല. ഏകദേശം ഒരേ സൈസിലൊക്കെ പ്ലാന്റ് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പോട്ടിന് തന്നെ അത്രയും അട്രാക്ഷൻ തോന്നുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ, ഈ ഒരു പ്ലാന്റിൻ്റെ തൈകൾ കുറച്ചും കൂടി ഒന്ന് വളരുന്നവരെ മദർ പ്ലാന്റിൻ്റെ ലീഫൊക്കെ അവിടെ നിർത്തുക. അത് കഴിഞ്ഞതിന് ശേഷം അത് കട്ട് ചെയ്ത് ഒഴിവാക്കുക. അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ ഇതും എൻ്റെ ഒരു കലാത്തിയ പ്ലാന്റ് തന്നെയാണ്. ഞാൻ വെയിലത്ത് വെച്ച് പോയി കാണാതെ നിന്നതുകൊണ്ട് ലീഫൊക്കെ കരിഞ്ഞു പോയി. നല്ലൊരു വെറൈറ്റി ആയിരുന്നു. പക്ഷേ ഇത് ഒരുപാടൊന്നും ഡാമേജ് വന്നില്ല. നേരത്തെ കാണിച്ച ധോത്തി കലാത്തിയ ഒരുപാട് ഡാമേജ് ആയൊരു പ്ലാന്റ് ആയിരുന്നു. എന്നിട്ടും അത്രയും തൈകളൊക്കെ വന്നു. അതുകൊണ്ട് ഇതൊന്നും എന്തായാലും വരുന്ന ഷുവറാണ്. അപ്പം ഞാനിതിനെ അതുപോലെ തന്നെ സേഫാക്കി വെക്കുകയാണ് കേട്ടോ. പിന്നെ കലാത്തിയ പ്ലാന്റിൻ്റെ പോട്ടിംഗ് മിക്സ് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ കൂടുതലായിട്ടും ചെയ്യുന്നത് മണ്ണും ചാണകപ്പൊടിയാണ്. 2:1 എന്നുള്ള അനുപാതത്തിൽ അതങ്ങ് ചേർത്ത് കൊടുത്താൽ തന്നെ എനിക്ക് നല്ല റിസൾട്ട് വരാറുണ്ട്. ഈ ചാണകപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് ആട്ടിൻ കാഷ്ടം പൊടിച്ചത് ചേർക്കാൻ പറ്റുകയാണെങ്കിൽ കുറച്ചും കൂടെ റിസൾട്ട് കൂടുന്നതാണ് കേട്ടോ എനിക്ക് പറയാനുള്ളത്. അല്ലാതെ വേറെ പ്രത്യേകിച്ചൊരു പോട്ടിങ് വേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ വേനൽക്കാലത്തൊക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ തണുപ്പ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് പോട്ടിംഗ് മിക്സിൽ മണലും ചകിരിച്ചോറും ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ. എന്താ വെച്ചാൽ ഈ ഒരു പ്ലാന്റിന് അത്യാവശ്യം തണുപ്പ് പോട്ടിംഗ് മിക്സിൽ എപ്പോഴും വേണം. എന്ന് വെച്ചിട്ട് വെള്ളം ഓവർ ആവാനും പാടില്ല. ആ രീതിയിലാണ് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ആ രീതി തന്നെ ചെയ്താൽ നല്ല റിസൾട്ട് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ പ്ലാന്റുകൾ ഇങ്ങനെ നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെ കെയർ ചെയ്യാതെ ഇടാണ്ടിരിക്കുക. കാരണം ഒരു പ്ലാന്റ് കെയർ ചെയ്യുന്ന രീതിയിൽ തന്നെ ആ ഒരു പോട്ടിംഗ് മിക്സിനെ കെയർ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നിങ്ങൾക്കും റിസൾട്ട് കിട്ടും. ഒരുപാട് തൈകൾ ഒന്നിച്ച് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു.